ഹലോ ഗൈസ്, അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നത്. അതിനെ പൊട്ടിക്കുന്നുണ്ട്. മൈലായിട്ടുണ്ട്. മാത്രം തോന്നി മാസം റോട്ടിട്ടിട്ട് ഇവിടെ നല്ല തോന്നിവാസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെവി പോയ ഭാഗ്യം. അറ്റാക്കൊക്കെ വരുള്ളവർക്ക് പെട്ടെന്ന് ചത്തു പോലടാ. ഇത് കേട്ടാ എടുത്തായിരുന്നു. അതിന്റെ അണ്ണാക്കി കയറിയിരിക്കുന്നു എല്ലാരും കൂടെ. എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് ചെവി പോയേണ്ടി ഇതൊക്കെ കണ്ടിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടാ അപ്പൊ അതിന്റെ അടുത്ത് പോയി നിന്ന് ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. പട്ടി മൈൻഡ് ഇവിടെ എല്ലാവർക്കും. എന്റെ ചെവി അങ്ങ് പോയി. ഇനി വല്ല അറ്റാക്കും വന്നായിരുന്നു ഇവര് കംപ്ലൈന്റ് കൊടുത്തത്. സത്യത്തിൽ എടി നിരോധനം സർക്കാർ നടത്തിയതാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അതിന്റെ പകുതി എങ്ങാനും കത്താൻ കിടക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങള് ബാക്കി കാണിക്കാം. ഇനി ഇവിടെ എന്തൊക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞ ഉത്സവം ഇവിടുത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇപ്പോഴും ട്രഡീഷൻ വെച്ച് നടത്തുന്ന പരിപാടിയാണ്. അതിനെയൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടുത്തെ പരിപാടി. നമ്മുടെ അവിടെ എന്നെ എന്റർടൈൻമെന്റ് എന്നെ എന്തെല്ലാം സാധനമാണെന്നറിയാം. അവിടെ തീപ്പൊരി കമ്പിത്തിരിയൊക്കെയാണ് നമ്മുടെ അവിടേക്ക് ഉള്ളത്. ഇവിടെ നേരെ തിരിച്ചെടുക്കുക. അതിനെയാണ് ഇവിടുത്തെ മെയിൻ. ഇവിടെ കഥനെയൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ പൊട്ടിക്കുന്ന സാധനമാണ്. ഇപ്പോഴും ട്രഡീഷൻ വെച്ച് നടത്തി. നമ്മൾ ഇത് എവിടെ പോകുന്നത്? ഇവിടെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നമുക്ക് അറിയത്തില്ല. ഇവിടെ എന്ത് പരിപാടി പറഞ്ഞാൽ ആരോടും എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ടോ ഫുഡ്? സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങ് പോന്ന്. അവിടെ കഥാപ്രസംഗം നടക്കുമായിരുന്നു. മാമ്മന്മാരുടെ ഒക്കെ വർത്തമാനം കിടക്കുന്നുണ്ട്. ആ പരിപാടി നടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങ് പോന്ന്. ഇനിയിപ്പോൾ അവിടെ 9 മണിക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ 9 മണി കഴിഞ്ഞ്. അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോവാണ്. അല്ലേ രണിമ? കണ്ടിട്ട് പറയാം. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ മായയുടെ അതിസാഹസികമായ നൃത്തങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ജോസഫും മായയുമായിട്ടുള്ള കഠോരമായ രംഗങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. പ്രൈസ് ഒന്നും കിട്ടിയില്ല ഗൈസ്. അതെ, പ്രോത്സാഹന സമ്മാനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. പക്ഷെ പ്രോത്സാഹനമായിട്ടൊരു വെള്ളം അടിച്ചിട്ടൊരു ചേട്ടൻ മറ്റു പറഞ്ഞു, നിങ്ങൾക്ക് തുള്ളണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി തുള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ഡാൻസ് കളിച്ചു. അതെ, ബാക്കി ആരും ആ പിള്ളേരടുത്തൊക്കെ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഡാൻസ് കളിക്കണ്ട. എല്ലാരും അടിച്ചിറക്കി വിട്ടു, നമ്മളെ അടിച്ചിറക്കിയിട്ടില്ല. നമ്മൾ അവിടെ തന്നെ നിന്ന് അത് പറഞ്ഞപ്പോ ഒന്നും കൂടെ ഡാൻസ് കളിച്ചു. അതെ, അങ്ങനെയാണ്. ജോസഫിന്റെ അതിഗംഭീരമായ മാസ്മരിക പ്രകടനങ്ങളായിരുന്നു അവിടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ജോസഫിനെ ഒന്ന് കാണിക്കാൻ നമുക്ക് പറ്റിയില്ല. ജോസഫ് അങ്ങനെ കാണിച്ച് ഇൻട്രോവേർട്ട് ആയി പോകും. ക്യാമറ ഓണാക്കി അവന്റെ ഉള്ളിലെ കഴിവ് അങ്ങ് വീണ്ടും അങ്ങ് അകത്തോട്ട് അങ്ങ് പോകുമെന്നാണ് അവൻ പറയുന്നത്. കിടിലൻ ഡാൻസ് ആയിരുന്നു. നേരെ ഞങ്ങൾ ബാക്കിയുള്ള ഡാൻസ് ആരും നേരെ കണ്ടില്ലെങ്കിലും ഞങ്ങളുടെ ഡാൻസ് അടിപൊളിയായിരുന്നു. അതെ അതെ, നിങ്ങളുടെ ഡാൻസ് മാത്രം ഗംഭീരമായിട്ട് ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ സ്റ്റേജിലുള്ള പിള്ളേരുടെ ഡാൻസിനൊക്കെ കൂടുതൽ ഇവരുടെ ഞാൻ കണ്ടില്ലല്ലോ. ഗോഡ്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങള്
ഞങ്ങൾക്ക് അറിയത്തു പോലില്ല ചങ്ങായിന്. ഇവിടെ അടുത്ത വീട്ടിലൊരു മാമനാണ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അവിടെ ചോറ് കൊണ്ടിരിക്കുന്നത് കാണാം. ഞങ്ങള് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഈ ചേട്ടൻ ഇങ്ങനെ ഈ തറയിലോട്ട് ഇങ്ങനെ കവന്ന് നടക്കും. ഒരു ടി വി ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് പുള്ളിക്കാരൻ ടി വി കാണുന്നത്. അങ്ങനെ അപ്പൊ ഫുൾ ടൈം ഇവരുടെ വീടിന്റെ വായിക്കൂടെ പോകുമ്പോൾ ചന്ദനത്തിരിയും കർപ്പൂരത്തിന്റെ പൂജാദ്രവ്യങ്ങളുടെ മണമാണ്. അങ്ങനെ ഞങ്ങൾ ആ ചേട്ടന് പൂജച്ചേട്ട എന്ന് പേരിട്ടു. ഈ പൂജച്ചേട്ടൻ ഇത്ര നേരം ഷർട്ടിട്ട് കഴിയുമ്പോൾ പുള്ളിക്കാരനെ മനസ്സിലായില്ല. അപ്പൊ പുള്ളി ഇപ്പൊ നമ്മുടെ അടുത്തൂടെ പോയപ്പോഴാണ് പൂജച്ചേട്ടനാന്നുള്ള തിരിച്ചറിവ് ഉണ്ടായത്. ഏതായാലും സെറ്റ് ഡാൻസ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ ബൈ. നല്ല വെട്ടമുണ്ടായിരുന്നു. ബൈ.